എങ്ങനെയായാലും ഒരു 25 കിലോ ഉൽപ്പാദനം കിട്ടും ഡെയിലി 25 കിലോ കിട്ടും. അതായത് അറക്കപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം നമുക്ക് വിളവ് തരുന്നുണ്ട്. പഴകിയതിൽ നിന്നും വന്നുകൊണ്ടിരിക്കും, പുതിയതിൽ നിന്നും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് പാക്ക് ചെയ്താണ് ഞാൻ വിൽക്കുന്നത്. ഞാൻ 100 കിലോയ്ക്ക് 100 രൂപ വെച്ചാണ് വിൽക്കുന്നത്. അത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാക്കും. പിന്നെ 4-5 കിലോ കൂണ് തൂക്കി പാക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പം കുറച്ച് 2 പാക്കറ്റിനില്ലെങ്കിൽ അത് 300 ആക്കും. അത് പ്രത്യേകിച്ച് മാറ്റി വെച്ചിട്ട് അതിന് 30 രൂപ വിലയിടും. ഇന്ന് വരെ കൊടുത്തത് 100 രൂപയ്ക്ക് കിലോ 100 രൂപയ്ക്ക് തന്നെ ചിപ്പിക്കൂണ് കൊടുത്തത്. പാൽക്കൂണ് 125. ഇപ്പം ഞാൻ ഒരു മാസത്തെ കണക്ക് കഴിഞ്ഞ മാസം നോക്കിയിട്ട് എനിക്ക് കൂണ് വിറ്റ ഇനത്തിൽ തന്നെ 15,000 രൂപ വരുമാനം, ചിലവെല്ലാം കഴിച്ചിട്ട്. അതിൻ്റെ കൂട് വാങ്ങിക്കുന്നത്, അതിൻ്റെ മാധ്യമം വാങ്ങിക്കുന്നത്, ഇതെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞ മാസം ഞാൻ 15,000 രൂപയുടെ സെയിൽ നടത്തി. ഇപ്പം അതിലേറുന്നുണ്ട്. പച്ച നിറം ഇല്ലാത്തതിനാൽ സ്വയം ആഹാരം പാകം ചെയ്യുവാൻ കഴിവില്ലാത്ത സസ്യങ്ങളാണ് കൂണുകൾ. ജീവനുള്ളതോ അഴുകുന്നതോ ആയ വസ്തുക്കളെ മാത്രം ആശ്രയിച്ചു വളരുന്ന കുമിൾ വിഭാഗത്തിൽപ്പെട്ട ആഹാരവസ്തുവാണിത്. വളരെയധികം പോഷണ ഗുണവും ഔഷധ ഗുണവും കൂണിലുണ്ട്. 100 ഗ്രാം ചിപ്പിക്കൂണിൽ 5 ഗ്രാം അന്നജം അടങ്ങിയിരിക്കുന്നു. രക്തമുണ്ടാക്കുവാൻ ആവശ്യമായ ഇരുമ്പ്, ഫോളിക് ആസിഡ്, ബയോറ്റിൻ എന്നിവ കൂണിൽ സമ്പന്നമായിരിക്കുന്നു. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളിലും ഗർഭിണികളിലും സാധാരണയായി കണ്ടുവരുന്ന വിളർച്ചാ രോഗം തടയുവാൻ കൂൺ മറുമരുന്നാവുന്നത്. കുട്ടി ആഹാരം കുറച്ചു കഴിക്കുന്നു എന്ന മാതാപിതാക്കളുടെ പരിദേവനത്തിനുള്ള ഉത്തമ മറുപടിയാണ് കൂൺ. വൃക്കകൾക്കുണ്ടാവുന്ന വീക്ക രോഗത്തിനും ചിപ്പിക്കൂൺ മരുന്നായി പ്രയോഗിക്കാം. ദിവസേന 50 ഗ്രാം കൂൺ കഴിക്കുന്ന ഒരാൾക്ക് ഡോക്ടറെ കാണേണ്ടി വരില്ല എന്നത് അതിശയോക്തിയായി കരുതേണ്ടതില്ല. ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയാണ് സുജാതയുടെ ഫാമിലെ പ്രധാന കൂണിനങ്ങൾ. വെള്ള കലർന്ന ചാരനിറത്തിലുള്ള സോജർ കാച്ച് ഇനത്തിൽപ്പെട്ട കൂണാണ് കൂടുതലും. കുറഞ്ഞ ചെലവിലും ചുരുങ്ങിയ സമയത്തിലും ഏതൊരാൾക്കും ചിപ്പിക്കൂൺ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ കൂണിനങ്ങൾ കൂടുതൽ ശക്തിയോടെ വളരുന്നു. 365 ദിവസവും വിള തരുന്ന കൂൺ ഏറ്റവും മികച്ച സാമ്പത്തിക സ്രോതസ്സാണെന്ന് പറയാം. കൃഷി തുടങ്ങി 1 മാസത്തിനകം വിളവ് തരുന്ന കൂൺ 5-6 മാസം വരെ വിളവ് തുടരുന്നു. തുച്ഛമായ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ഈ കൃഷി വീട്ടമ്മമാരുടെ അടുത്ത ചങ്ങാതിയായി മാറുന്ന കാലം വിദൂരമല്ല. സ്ഥലവും വളരെ കുറച്ചു മാത്രം മതിയാവും. ഒരു ഓല ഷെഡ് പോലും മികച്ചൊരു ഫാമാക്കി മാറ്റാവുന്നതാണ്. പട്ടണങ്ങളിൽ ഫ്ലാറ്റ് ജീവിതം നയിക്കുന്നവർക്കും ഈ കൃഷി ഏറെ ഫലപ്രദമായി നടത്തുവാൻ സാധിക്കും. കുറഞ്ഞ സൂര്യപ്രകാശം ലഭിക്കുന്ന തൻ്റെ വീട്ടിൽ സുജാത ഇപ്പോൾ പ്രായോഗിക കൃഷിയാണ് നടത്തിവരുന്നത്. എല്ലാ ദിവസവും 5 മണിക്ക് തന്നെ പണി തുടങ്ങുന്നു. പാകമായ കൂൺ പറിച്ചെടുക്കുകയാണ് ആദ്യ പണി. നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈർപ്പമുള്ള അന്തരീക്ഷം കൂൺ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യങ്ങളിലൊക്കെ സുജാതയെ സഹായിക്കുവാൻ ഇളയ മകൾ ദിവ്യ എപ്പോഴും കൂടെയുണ്ടാവും. വൈക്കോൽ ബെഡുകളേക്കാൾ അറക്കപ്പൊടി ബെഡിനോടാണ് സുജാതയ്ക്ക് കൂടുതൽ താൽപ്പര്യം. റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അറക്കപ്പൊടി 12 മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നു. വെള്ളം വാർത്തു കളഞ്ഞതിന് ശേഷം 3/4 മണിക്കൂർ നേരം ആവിയിൽ പുഴുങ്ങി അണുവിമുക്തമാക്കേണ്ടതുണ്ട്. 65 സെന്റിമീറ്റർ നീളവും 35 സെന്റിമീറ്റർ വീതിയുമുള്ള പോളിത്തീൻ കവറാണ് ബെഡിനായി ഉപയോഗിക്കുക. കവറിന്റെ അടിവശം പിണഞ്ഞെടുത്ത് റബ്ബർ ബാൻഡിട്ട് കെട്ടി മറിച്ചെടുക്കുന്നു. അതിലേക്ക് 3 ഇഞ്ച് കട്ടിയിൽ അറക്കപ്പൊടി നിറയ്ക്കുന്നു. നന്നായി അമർത്തി കൊടുക്കണം. കവറിന്റെ വശങ്ങളോട് ചേർത്ത് വിത്തിടുകയാണ് അടുത്ത പണി. 150 ഗ്രാം വിത്തിനെ 6 പകുത്തു കിട്ടുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നീട് നേരത്തെ ചെയ്തതുപോലെ വീണ്ടും അറക്കപ്പൊടിയിട്ട് അമർത്തുന്നു. മീതെ വിത്ത് പകരുന്നു.
ഇത്തരം 6 പാളികൾ തയ്യാറാക്കിയെടുത്ത് ഏറ്റവും മുകളിൽ വിത്ത് നിരത്തിയിടാം. കൂട് റബ്ബർ ബാൻഡിട്ട് കെട്ടിയെടുക്കുന്നു. ഇപ്പോൾ ഒരു ബെഡ് തയ്യാറായി കഴിഞ്ഞു. വായു സഞ്ചാരത്തിനായി വശങ്ങളിൽ മുട്ടുസൂചിയാൽ കുത്തുകളിട്ട് ഇരുട്ടുമുറിയിലേക്ക് ഇവയെ കൊണ്ടുവയ്ക്കുന്നു. ഈ ബെഡ് കട്ടിയാകുവാൻ 30 ദിവസങ്ങൾ വേണ്ടിവരും. അപ്പോഴേക്കും വിത്ത് വിടരുവാൻ പരുവത്തിനാകും. വെള്ളമൊഴിച്ചു കൊടുക്കുകയോ സ്ഥാനചലനം വരുത്തുകയോ ചെയ്യരുത്. 1 മാസത്തിന് ശേഷം ഈ കവർ സസൂക്ഷ്മം വേർപെടുത്തിയെടുക്കണം. ഭാഗം അപ്പോഴേക്കും വെളുപ്പ് നിറമായി കഴിഞ്ഞിരിക്കും. പൂർണ്ണരൂപത്തിൽ തയ്യാറായ ഈ ബെഡ് 2 ഇഷ്ടികകൾക്ക് പുറമെ വയ്ക്കുകയോ ഉറി പോലെ കെട്ടിത്തൂക്കുകയോ ആവാം. 2 ദിവസം കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചു കൊടുക്കാം. വേനൽക്കാലത്ത് ദിവസം 4-5 തവണയെങ്കിലും നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ബെഡിൽ 12 ദിവസങ്ങൾക്ക് ശേഷം കൂൺ വന്നു തുടങ്ങും. മൊട്ട് കണ്ട് 36 മണിക്കൂറിനകം കൂൺ വളർച്ച പ്രാപിക്കുന്നു. പഴകിപ്പോകാതെ കൂൺ പറിച്ചെടുക്കേണ്ടതുണ്ട്. അടി ചേർത്ത് ശിഷ്ടഭാഗങ്ങളൊന്നും ബെഡിൽ ബാക്കി വയ്ക്കാതെ വേണം പറിച്ചെടുക്കുവാൻ. പച്ചമീൻ പോലെയാണ് കൂണിൻ്റെയും അവസ്ഥ. അന്നന്ന് പറിക്കുന്നത് അന്നന്ന് വിറ്റഴിക്കുക തന്നെ വേണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 4-5 ദിവസം വരെ കേടുകൂടാതിരിക്കുമെങ്കിലും പറിച്ച ഉടനെ ഉപയോഗിക്കുന്ന കൂണാണ് ആരോഗ്യത്തിന് കൂടുതൽ ഗുണകരം. അറക്കപ്പൊടി ഉപയോഗിച്ച് ബെഡുണ്ടാക്കുന്ന അതേ രീതിയാണ് കച്ചി, ചകിരിച്ചോർ, വാഴപ്പോള എന്നിവയിലും പ്രയോഗിക്കുന്നത്. എന്നാൽ അറക്കപ്പൊടി ബെഡിന് കട്ടി കൂടുതലാണെന്നും വളരെ നാൾ കേടുകൂടാതിരിക്കുമെന്നും സുജാത സാക്ഷ്യപ്പെടുത്തുന്നു. അറക്കപ്പൊടിയിൽ ചെയ്തിട്ട് നല്ല ഈൽഡ്, തണ്ട് കട്ടിയും വെയിറ്റ് കൂടുതലും ഒക്കെ ആയിട്ട് വളരെ പ്യുവർ വൈറ്റ് ആയിട്ടും ഒക്കെ കാണുന്നു. അതുകൊണ്ട് അറക്കപ്പൊടി ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫ്ലോറിഡ തന്നെ ചെയ്യാനാണ് താല്പര്യം.